ഇറാൻ തൊടുത്തുവിട്ട പ്രതികാര മിസൈലുകൾ ശരവേഗത്തിൽ വന്ന് പതിച്ചത് കേരളത്തിന് തൊട്ടടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യയിലാണെന്ന വാർത്ത ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ട് UK സംയുക്ത സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയെ തീഗോളമാക്കുന്ന കാഴ്ചയാണ് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായത്. ഏകദേശം 3800 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഇറാൻ നടത്തിയ ഈ നീക്കത്തോടെ വൻ ശക്തി രാജ്യങ്ങൾ പോലും വിരണ്ടുപോയിരിക്കുകയാണ്. ഇറാന്റെ മിസൈലുകൾക്ക് 4000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ടെന്നും വേണമെങ്കിൽ ലണ്ടൻ, പാരീസ്, ബെർലിൻ തുടങ്ങിയ നഗരങ്ങളെ തകർക്കാൻ അവർക്ക് സാധിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഈ വാദത്തെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ബ്രിട്ടീഷ് ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് രംഗത്തെത്തിയത്. ഇറാൻ ബ്രിട്ടനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? ലണ്ടൻ വരെ എത്താൻ അവർക്ക് ശേഷിയുണ്ടോ? ഈ ഒരു കാര്യത്തിന് യാതൊരു തെളിവുമില്ലെന്ന് അദ്ദേഹം BBC-യോട് പ്രതികരിച്ചു. ഇറാൻ വികസിപ്പിച്ചെടുത്ത മിസൈലുകൾക്ക് ലണ്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നഗരങ്ങളെ തകർക്കാൻ ശേഷിയുണ്ടെന്ന ഇസ്രായേലിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞ് ബ്രിട്ടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആയുധശേഖരത്തിൽ 4000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അതിമാരക മിസൈലുകളുണ്ടെന്ന് ശനിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാൻ ബ്രിട്ടനെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ദീർഘദൂര ആക്രമണം നടത്താൻ അവർക്ക് നിലവിൽ സാങ്കേതിക ശേഷിയുണ്ടെന്നോ ഉള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്ന് ബ്രിട്ടീഷ് ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് BBC-യോട് പ്രതികരിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകളിലുള്ള UK സംയുക്ത സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ ആഗോളതലത്തിൽ സജീവമായത്. ഇറാനിൽ നിന്ന് ഏകദേശം 3800 കിലോമീറ്റർ അകലെയുള്ള ഈ താവളത്തിന് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കവേ ഒരു മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്താതെ കടലിൽ പതിച്ചെന്നും രണ്ടാമത്തേത് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞെന്നും സ്റ്റീവ് റീഡ് സ്ഥിരീകരിച്ചു. എങ്കിലും മിസൈലുകൾ ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശത്തിന് എത്രത്തോളം അടുത്തു വന്നു എന്നതിനെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ടെഹ്റാന്റെ പക്കൽ യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരേപോലെ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉണ്ടെന്നും ഇറാനിയൻ ഭീകര ഭരണകൂടം ഒരു ആഗോള ഭീഷണിയാണെന്നുമാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. ഇപ്പോൾ ലണ്ടൻ, പാരീസ് അല്ലെങ്കിൽ ബെർലിൻ വരെ എത്താൻ ശേഷിയുള്ള മിസൈലുകൾ അവരുടെ പക്കലുണ്ടെന്ന IDF പ്രസ്താവനയെ വെറും അവകാശവാദങ്ങൾ മാത്രമായിട്ടാണ് ബ്രിട്ടൻ കാണുന്നത്. സ്വന്തം രാജ്യത്തെയും പൗരന്മാരെയും ഏത് അടിയന്തര സാഹചര്യത്തിലും സംരക്ഷിക്കാൻ ബ്രിട്ടൻ പൂർണ്ണ സജ്ജമാണെന്നും അനാവശ്യ ഭീതിയുടെ ആവശ്യമില്ലെന്നും സ്റ്റീവ് റീഡ് വ്യക്തമാക്കി. നിലവിലെ കണക്കുകൾ പ്രകാരം ഇറാന്റെ പക്കലുള്ള ഏറ്റവും ദൂരപരിധിയിലുള്ള മിസൈലിന് 2000 കിലോമീറ്റർ വരെ മാത്രമേ സഞ്ചരിക്കാനാകൂ എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. ഈ പരിധി ലണ്ടനിലോ ഡീഗോ ഗാർഷ്യയിലോ എത്തുവാൻ പര്യാപ്തമല്ല എന്നിരിക്കെ ഇസ്രായേലിന്റെ കണക്കുകൾ അതിശയോക്തിപരമാണെന്നാണ് ബ്രിട്ടന്റെ പക്ഷം. ലോകത്തിന് ഭീഷണിയാകാൻ തങ്ങൾ ആഗ്രഹിക്കാത്തതിനാലാണ് മിസൈൽ പരിധി മനഃപൂർവ്വം 2000 കിലോമീറ്ററിൽ പരിമിതപ്പെടുത്തിയതെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഈ മാസം ആദ്യം പ്രസ്താവിച്ചിരുന്നു.